കൊച്ചിയിൽ മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ കപ്പലിടിച്ച 2 പേർ മരിച്ചു. തമ്പിദുരൈ, രാഹുൽ എന്നിവരാണ് മരിച്ചത്. കാണാതായ ഒരാൾക്കുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പനാമയിൽ രജിസ്റ്റർ ചെയ്ത ആംബർ എന്ന കപ്പലാണ് ബോട്ടിൽ ഇടിച്ചത്. കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്ത കപ്പൽ കൊച്ചി തീരത്ത് എത്തിച്ചു. തോപ്പുംപടിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കപ്പലിടിച്ച് പൂർണ്ണമായും തകരുകയായിരുന്നു. കൊച്ചി തീരത്ത് 15 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അപകടം നടന്നത്. KM ഉമേഷ് ചേരുന്നു. ഉമേഷ്, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, ഇവരുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ തീരത്തേക്ക് എത്തിക്കും. അതിനുള്ള എല്ലാ ശ്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. മറ്റ് കാണാതായ മൂന്നാമത്തെ ആളുടെ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ സ്ഥലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും ഉണ്ട്. സബ് കളക്ടർ അടക്കം എല്ലാവരും തന്നെ സ്ഥലത്ത് ഉണ്ട്. കാണാതായ മൂന്നാമത്തെ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുകയാണ്. ഇവരുടെ മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. തമ്പിദുരയുടെയും രാഹുലിന്റെയും മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്കാണ് ബോട്ട് ഈ തോപ്പുംപടിയിൽ നിന്ന് പോയത്, മത്സ്യബന്ധനത്തിന് പോയത്. കാർമൽ മാത എന്ന ബോട്ടാണ് മത്സ്യബന്ധനത്തിന് വേണ്ടി പോയത്. ഇതിൽ 14 പേരാണ് ഉണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് ഒരു കപ്പൽ ഈ ബോട്ടിനെ ഇടിച്ചത്. കപ്പലിടിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു. അല്പം മുമ്പാണ് ഈ കപ്പൽ ഏതാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞത്. ഇത് പനാമ രജിസ്ട്രേഷനുള്ള ആംബർ എന്ന കപ്പലാണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ കപ്പൽ കരയ്ക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും ഇപ്പോൾ ഇതിലുണ്ടായിരുന്ന മറ്റ് 11 പേർ, മൊത്തം 14 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 11 പേരെയും കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ പരിക്കുകളോടെ ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കാണാതായവരിൽ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചു. അവരുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ എത്തിക്കും. മൂന്നാമന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. എപ്പോഴായിരുന്നു അപകടം ഉണ്ടായത്? പുലർച്ചെയായിരുന്നോ? ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് കപ്പൽ ഇടിച്ചത് എന്നാണ് ഈ പരിക്കേറ്റവർ തന്നെ നേരിട്ട് പറയുന്നത്. 2 മണിയായി കാണും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇന്ന് പുലർച്ചെയാണ്. ഇന്നലെ തന്നെ ഇവർ പോയതാണ് മത്സ്യബന്ധനത്തിന്. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നത്. അരുൺ, അതായത് ഈ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്താണ് മനസ്സിലാവുന്നത്? കാരണം ഈ അന്താരാഷ്ട്ര കപ്പൽശാലയിലായിരുന്നോ ഈ ബോട്ട് ഉണ്ടായിരുന്നത്? എങ്ങനെയാണ് അപകടം നടന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ മറ്റു മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അനുസരിച്ച്? അത് സംബന്ധിച്ച് കൂടുതൽ ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അക്കാര്യം അവർക്ക് അറിയില്ല. കപ്പൽ ഇടിച്ചു എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. ഇത് ആയിരുന്നോ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ച് വരികയാണ്. അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടുതൽ വൈകാതെ തന്നെ കിട്ടുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ആ കപ്പൽ കരയ്ക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. പോലീസും സബ് കളക്ടറും അടക്കമുള്ളവർ ഇപ്പോൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അരുൺ, കപ്പൽ പൂർണ്ണമായും തകർന്ന സ്ഥിതിയിലാണോ? അരുൺ, ബോട്ട് പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണ് ഉള്ളത്. കപ്പൽ നിർത്താതെ പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെയുള്ള സെന്റ് ആന്റണീസ് എന്ന ബോട്ടിലാണ് മറ്റ് മത്സ്യത്തൊഴിലാളികളെ കരയ്ക്ക് എത്തിച്ചത്. ഇവർ പരിക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ മരിച്ചവരുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഈ ഫോർട്ട് കൊച്ചി തീരത്തേക്ക് അടുപ്പിക്കും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ നാവികസേനയും കോസ്റ്റ് ഗാർഡും തീരസംരക്ഷണ സേനയിൽ നിന്നുമൊക്കെ എന്തെങ്കിലും സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കാൻ കഴിയുന്നുണ്ടോ ഉമേഷ്? അരുൺ, അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അവരുടെ ശ്രമഫലമായി തന്നെയാണ് ഇപ്പോൾ ഈ മൃതദേഹം കരയ്ക്കെത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം പോലീസും നാട്ടുകാരുടെയും സഹായം കൂടി ഉണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഇത് അന്താരാഷ്ട്ര കപ്പൽശാലയിലാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്. അത് സംബന്ധിച്ച് വൈകാതെ തന്നെ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ, തുടരുക. ജോൺ ഫെർണാണ്ടസ് MLA, അദ്ദേഹം കൂടി നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജോൺ ഫെർണാണ്ടസ്, അങ്ങേക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കിട്ടുന്ന സൂചനകൾ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്? ഭരണകൂടവും നാവികസേനയും കോസ്റ്റൽ പോലീസും മറൈൻ പോലീസും അവർ സംയുക്തമായി നടത്തിയ നീക്കങ്ങളെ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ കപ്പൽ കണ്ടെത്താനും കപ്പലിനെ കസ്റ്റഡിയിലെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. വളരെ ദാരുണമായ സംഭവമാണ്. തുടർച്ചയായി ഇപ്പോ പല വട്ടങ്ങളിലായി ഈ സംഭവം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ബോട്ടുകൾക്ക് ഒരു സുരക്ഷയുമില്ല എന്ന സ്ഥിതിയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. പലപ്പോഴും അന്താരാഷ്ട്ര നിയമങ്ങളുടെ എല്ലാം പിൻബലത്തിൽ കപ്പലുകൾ ദുരന്തങ്ങൾ ഉണ്ടാക്കി നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ച് രക്ഷപ്പെടുന്ന ചിത്രം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോ ഇറ്റാലിയൻ കപ്പൽ 2 പേരെ വെടിവെച്ചു വന്ന സംഭവത്തിന്റെ പിന്നിലും ഈ മറൈൻ നിയമങ്ങളെ സംബന്ധിച്ച്, ഇന്റർനാഷണൽ മറൈൻ നിയമത്തെ സംബന്ധിച്ചുള്ള ലൂസ് പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് ഇവരെല്ലാം രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിനകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ബന്ധപ്പെട്ട ക്യാപ്റ്റനെ കസ്റ്റഡിയിലെടുക്കണം. കസ്റ്റഡിയിലെടുക്കുകയും അവരെ കർശനമായി നിയമത്തിന്റെ പരിധിക്കകത്ത് കൊണ്ടുവന്നുകൊണ്ട്
ഇത് മറ്റ് സംഭവങ്ങൾ ഇടയാക്കാത്തവണ്ണം മാതൃകയാക്കാനായിട്ട് കഴിയേണ്ടതുണ്ട്. അതെ, ഇവിടെ ഈ പലപ്പോഴും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ഉണ്ടാവാറില്ല. ഇവിടെ സ്വാഭാവികമായും നയതന്ത്ര ബന്ധവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവർ ഉന്നയിക്കുന്ന പ്രധാന കാരണം ഈ അന്താരാഷ്ട്ര കപ്പൽ ചാലിലാണ് ഇവർ ഉണ്ടായിരുന്നത്, ആ കപ്പലിന്റെ വഴിയിൽ ബോട്ട് ഉണ്ടായിരുന്നു, അങ്ങനെ ഇടിച്ചതാണെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എടുക്കണമെന്ന നിലക്ക് ഇപ്പൊ പോലീസ് കേസ് ചാർജ് ചെയ്യുന്നുണ്ട്. ചാർജ് ചെയ്താൽ ഉടനെ തന്നെ കാറ്റിനെ കസ്റ്റഡി എടുക്കണമെന്ന നിലക്ക് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞ് നിയമത്തിന്റെ അകത്ത് കൊണ്ടുവന്നുകൊണ്ട് ഇതിനകത്ത് വ്യത്യസ്ത നിയമങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഇന്ത്യയുടെ നിയമമല്ല മറ്റു രാജ്യങ്ങളുടെ നിയമം, ഇന്റർനാഷണൽ കപ്പൽ യാത്രയെ സംബന്ധിച്ചുള്ള നിയമം വേറെയുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം പരിധിക്കകത്ത് ഇവർ രക്ഷപ്പെടാനാണ് സാധ്യത. അത് അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വരെ കസ്റ്റഡി എടുക്കുകയും കർശനമായ ശിക്ഷക്ക് വ്യവസ്ഥ ചെയ്യുന്ന വണ്ണം കേസ് ചാർജ് ചെയ്യുന്ന വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിനുള്ളൊരു നിയമപരമായ പ്രൊസീജിയർ എന്താണ് ഇനി തുടർ നടപടികൾ എന്ന നിലയിൽ? ശ്രീ ജോൺ ഫെർണാണ്ടസ്. ശ്രീ ജോൺ ഫെർണാണ്ടസ് കേൾക്കാമോ? അകത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. 12 നോട്ടിക്കൽ മൈൽ വരെ കേരളത്തിന്റെ സമുദ്രാതിർത്തിയാണ്, 22 നോട്ടിക്കൽ മൈലിനകത്ത് ഇന്ത്യയുടെ സമുദ്രാതിർത്തി. അതുകൊണ്ട് ഇന്ത്യൻ നിയമത്തിന്റെ എല്ലാ വകുപ്പുകളും ആ നിലക്കുള്ള വകുപ്പുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ കപ്പൽ കസ്റ്റഡി എടുക്കുകയും ക്യാപ്റ്റനെ ശിക്ഷക്ക് നടപടിക്ക് വിധേയമാക്കാൻ കഴിയുമെന്നുമുള്ള അറസ്റ്റ് വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇത് പലപ്പോഴും ലംഘിക്കുന്നത് ഈ കപ്പൽ ചാലിലൂടെ പോകേണ്ട കപ്പലുകൾ പലപ്പോഴും ലംഘിച്ച് തീരത്തോടടുത്ത് പോകുന്നതാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ഈ മേഖലയിൽ മത്സ്യസമ്പത്ത് കൂടുതലുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളെല്ലാം ഈ സമയത്ത് അവിടെ ആയിരിക്കും കൂടുതൽ കാച്ചിങ് ഉള്ളതുകൊണ്ട് അവിടെയാണ് മത്സ്യബന്ധനം നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ കപ്പലുകൾ നടത്തുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങളെ തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത്. അതിന് കോസ്റ്റൽ പോലീസും അതുപോലെ കോസ്റ്റ് ഗാർഡും മറൈൻ പോലീസും ഒക്കെ ആ നിലക്ക് സംയുക്തമായി നീക്കം നടത്തണം. ഇപ്പൊ ഈ സംഭവം ഉണ്ടായ ശേഷം ബന്ധപ്പെട്ട എല്ലാ അധികൃതരെയും നമ്മൾ വിളിച്ചിരുന്നു. മിനിഞ്ഞാവുന്നാൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയും ഞാനും ഈ നേവിയുടെ കോസ്റ്റൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട അവര് ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു, അതിന് പോയിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നേവിയുടെ സഹായം നമുക്ക് കിട്ടി. നേവി കപ്പൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തീർച്ചയായും ആ തരത്തിൽ അവരെ നടപടിക്ക് വിധേയമാക്കണം എന്ന നിലക്കാണ് ജില്ലാ ഭരണകൂടത്തോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശ്രീ ജോൺ ഫെർണാണ്ടസ്, ഒരു കാര്യം കൂടി, 2012 എൻട്രിക്ക അലക്സി എന്ന ഇറ്റാലിയൻ കപ്പൽ നീണ്ടകരയിൽ നിന്ന് വെടിയേറ്റ് മത്സ്യത്തൊഴിലാളികൾ മരിച്ചത്. അതിനുശേഷം ഇക്കാര്യത്തിൽ കുറെ ജാഗ്രതയൊക്കെ ഇരുഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷെ തുടരെ ഈ സംഭവങ്ങൾ ആവർത്തിക്കുകയാണല്ലോ ഇങ്ങനെ. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ കൊച്ചിയിൽ അപകടമുണ്ടാക്കിയത് പനാമയിൽ നിന്നുള്ള കപ്പൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. കോസ്റ്റ് ഗാർഡും ഒപ്പം നാവിക സേനയും കപ്പൽ തീരത്ത് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് എന്ന് സംബന്ധിച്ച് അറിയാനും ഇരിക്കുന്നതേ ഉള്ളൂ. കൊച്ചിയിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ച് 2 പേർ മരിച്ചു. കൊച്ചിയിൽ അപകടമുണ്ടാക്കിയത് പനമയിൽ നിന്നുള്ള കപ്പലാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 മൃതദേഹം കൂടി കണ്ടെത്തി. ഞങ്ങളുടെ പ്രതിനിധി കെ ഉമേഷ് ചേരുന്നു. ഉമേഷ്, എന്താണ് പുതിയ വിവരങ്ങൾ? അരുൺ, 2 പേരുടെ മൃതദേഹം ഇപ്പോൾ കരയ്ക്ക് എത്തിക്കും, അല്പസമയത്തിനകം തന്നെ എത്തിക്കും. ഇതുകൂടാതെ ഈ ഇടിച്ച കപ്പലും കരയ്ക്കെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ കപ്പലും ഉച്ചയോടെ തന്നെ ഇവിടേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. അതാണ് ഏറ്റവും പുതിയ വിവരം. കാണാതായ 3ാമത്തെ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി പുരോഗമിക്കുകയാണ്. നാവികസേനയും കോസ്റ്റ് ഗാർഡും പോലീസും നാട്ടുകാരും സംയുക്തമായാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കപ്പലിനെതിരെ ഒരുപക്ഷെ കേസെടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അറിയുന്നത്. ഇത് തീരദേശ നിയമം ലംഘിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അറിവായി വരുന്നതേ ഉള്ളൂ. അത് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ സ്ഥലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലം MLA അടക്കമുള്ളവർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ബോട്ടും മരിച്ചവരുടെ മൃതദേഹവും ഇവിടെ എത്തിക്കും എന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. അരുൺ, നിലവിൽ എത്ര പേരാണ് ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്? അരുൺ, ഈ ഇടിച്ച ബോട്ടിലുണ്ടായിരുന്നത് 14 പേരാണ്. ഇതിൽ 3 പേരെ കാണാതായതൊഴിച്ചാൽ ബാക്കി 11 പേരെയും മറ്റൊരു ബോട്ടിൽ രക്ഷപ്പെടുത്തി കരയ്ക്ക് എത്തിച്ചു. ഇവരെ ഇന്നലെ രാത്രി തന്നെ, ഇന്ന് പുലർച്ചെ തന്നെ ഈ ഫോർട്ട് കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 11 പേരാണ് ആശുപത്രിയിൽ ഇപ്പോൾ കഴിയുന്നത്. ബാക്കിയുള്ളവരുടെ 3 പേരിൽ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചു. അവരുടെ മൃതദേഹ സമയത്തിനകം തന്നെ എത്തിക്കും. 3ാമന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു. ഈ അപകടം നടന്ന സമയത്ത് മറ്റൊരു ബോട്ട് സമീപത്തുണ്ടായിരുന്നോ? അവരാണോ ഈ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിച്ചത്? അരുൺ, നടന്ന സമയത്ത് മറ്റൊരു ബോട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സെന്റ് ആന്റണീസ് എന്ന ബോട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്.
ഇത് മത്സ്യബന്ധന ബോട്ടാണ് എന്നാണ് അറിയുന്നത്. ഇതിലുണ്ടായിരുന്നവരാണ് ഈ അപകടത്തിൽ കരയ്ക്ക് എത്തിച്ചത് എന്നുള്ളത് തന്നെയാണ് ഈ ദൃക്സാക്ഷികളടക്കമുള്ളവർ നമ്മളോട് പറഞ്ഞത്. അരുൺ, ഇക്കാര്യത്തിൽ ഇനി തുടർ നടപടികൾ എന്താണ്? കാരണം നയതന്ത്ര ഇരു രാജ്യങ്ങൾ തമ്മിൽ ഉള്ളൊരു വിഷയമായി കൂടി ഇത് നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ അത്തരത്തിൽ. തീർച്ചയായും അത്തരത്തിലൊരു വലിയ അവസ്ഥയുണ്ട്. കാരണം മുൻപ് ഇത്തരത്തിലുണ്ടായ 2 മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച കൊന്ന കേസിന് സമാനമായ അന്തരീക്ഷം രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. അത്തരത്തിൽ ഈ കപ്പൽ നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഉടനടി കേസെടുക്കുന്നത് അതിന്റെ നിയമപരമായ നടപടികൾ നോക്കി മാത്രമേ അത്തരത്തിലുള്ളൊരു നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ അപകടത്തിൽ 3 പേർ പെട്ടു. അതിൽ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 3-ാമന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു. മാത്രമല്ല ഈ അപകടമുണ്ടാക്കിയ കപ്പൽ കരയ്ക്കെത്താനുള്ള നടപടിയും സ്വീകരിച്ചു. അതാണ് അടിയന്തര നടപടി എന്നുള്ള നിലയ്ക്ക് ഇതാണ് സ്വീകരിച്ചിട്ടുള്ളത്. കപ്പൽ എത്രയും പെട്ടെന്ന് കരയ്ക്ക് എത്തിക്കും എന്നുള്ളതാണ് അറിയുന്നത്. തുടർന്നായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. ഈ തൊഴിലാളികളിൽ കൂടുതലും ഇതര സംസ്ഥാനക്കാരായിരുന്നോ? തീർച്ചയായും തൊഴിലാളികൾ ഇതര സംസ്ഥാനക്കാരായിരുന്നു കൂടുതൽ. ഉത്തരേന്ത്യക്കാരും തമിഴ്നാട്ടുകാരും അടക്കമുള്ളവരാണ് കൂടുതലും ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത്. അവർ തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് വിശദീകരിച്ചതും. കെ ഉമേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കൊച്ചിയിൽ മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ കപ്പലിടിച്ച 2 പേർ മരിച്ചു. തമ്പിദുരൈ, രാഹുൽ എന്നിവരാണ് മരിച്ചത്. കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പനമയിൽ രജിസ്റ്റർ ചെയ്ത ആംബർ എന്ന കപ്പലാണ് ബോട്ടിൽ ഇടിച്ചത്. കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്ത കപ്പൽ കൊച്ചി തീരത്ത് എത്തിച്ചിട്ടുണ്ട്. തോപ്പുംപടിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കപ്പലിടിച്ച് പൂർണ്ണമായും തകരുകയായിരുന്നു. കൊച്ചി തീരത്ത് 15 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അപകടം നടന്നത്. GST കൗൺസിൽ യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. കയർ കശുവണ്ടി മേഖലയെ കൂടി GSTയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് കേരളം ആവശ്യപ്പെടും. BDA സെസ്സിൽ നിന്ന് ഒഴിവാക്കണം എന്ന കേരളത്തിന്റെ ആവശ്യം GST കൗൺസിൽ യോഗം അംഗീകരിച്ചിരുന്നു. നിലവിൽ 2% സ്വർണത്തിന്റെ നികുതി കഴിഞ്ഞ യോഗത്തിൽ 3 ഉയർത്തി. ആട്ട ഉൾപ്പെടെയുള്ള പാക്ക് ചെയ്ത ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 5%, കോട്ടൺ തുണിത്തരങ്ങൾക്ക് 5% നികുതിയും റെഡിമെയ്ഡ് ബ്രാൻഡഡ് തുണിത്തരങ്ങൾക്ക് 12% നികുതിയുമാണ് നിശ്ചയിച്ചത്. മധ്യപ്രദേശിൽ കർഷക പ്രക്ഷോഭം 10 ദിവസം പിന്നിടുന്നതിനിടെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അനിശ്ചിതകാല നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടന്നു. കർഷകരെ മുൻനിർത്തി കോൺഗ്രസ് സംസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കുന്നുവെന്ന് ആരോപിച്ചാണ് മുഖ്യമന്ത്രിയുടെ നിരാഹാര സമരം. അതേസമയം പോലീസ് വെടിവയ്പിൽ കർഷകർ മരിച്ച സംഭവം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് UPയിലും കർഷക പ്രക്ഷോഭം ശക്തമായി. 6 കർഷകരെ വെടിവെച്ചു കൊന്ന മധ്യപ്രദേശ് സർക്കാർ നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധമുയരുകയും കർഷക പ്രക്ഷോഭം 10ാം ദിവസത്തിലേക്ക് പിന്നിടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്നത്. സംസ്ഥാന തലസ്ഥാനമായ ഭോപ്പാലിലെ ദസറ മൈതാനത്താണ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അനിശ്ചിതകാല നിരാഹാര സമരം. സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതുവരെ നിരാഹാര സമരം തുടരുമെന്നാണ് കഴിഞ്ഞ ദിവസം ശിവരാജ് സിംഗ് ചൌഹാൻ പ്രഖ്യാപിച്ചത്. കർഷകരെ മുൻനിർത്തി കോൺഗ്രസ് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കുന്നുവെന്നാണ് BJPയുടെ ആരോപണം. കഴിഞ്ഞ ദിവസം BJP അനുകൂല കർഷക സംഘടനയായ ഭാരതീയ കിസാൻ സംഘുമായി മാത്രം സർക്കാർ ചർച്ച നടത്തുകയും ചെയ്തു. ഇതിനിടയിൽ പലിശരഹിത വായ്പകൾ എഴുതിത്തള്ളാനാകില്ലെന്ന് സംസ്ഥാന കാർഷിക മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. മൻസോറിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭം മറ്റു ജില്ലകളിലേക്ക് കൂടി വ്യാപിച്ച സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നിരാഹാര തന്ത്രം. കർഷകർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കർഷകർ നടത്തുന്ന പ്രതിഷേധവും വൻ പ്രക്ഷോഭത്തിലേക്ക് വഴിമാറി. പച്ചക്കറിയുമായി പോകുന്ന പല വാഹനങ്ങളും ഉത്തർപ്രദേശിൽ കർഷകർ തടഞ്ഞു. സംസ്ഥാന പാതകൾ ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസം ആം ആദ്മി നേതാക്കൾ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന കർഷകരെ സന്ദർശിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മഹാരാഷ്ട്രയിലെ കർഷക സമരം ജനജീവിതം ദുസ്സഹമാക്കുന്നു. വിപണിയിൽ ലഭിക്കുന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികൾക്ക് തീ വിലയാണ്. സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി ശിവസേന. സമരം ശക്തിപ്പെടുത്തുമെന്ന് കർഷക സംഘടനകൾ. മുംബൈയിൽ കർഷക സമരം തുടങ്ങിയതോടെ മൊത്ത വിപണിയിൽ തന്നെ ചില ഇനങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇരട്ടിയോളമാണ് വർധനവുണ്ടായത്. പച്ചക്കറികൾ ലഭ്യമാകാത്തതാണ് വിലക്കയറ്റത്തിന് കാരണമായത്. ഏറെ വലഞ്ഞത് വീട്ടമ്മമാരാണ്. കഴിഞ്ഞ ആഴ്ച 20 രൂപ കിലോ ഉണ്ടായിരുന്ന തക്കാളി ഇപ്പോൾ 100 രൂപയായി. ഇപ്പോൾ 100 രൂപയ്ക്ക് കൊണ്ടുവന്ന പച്ചക്കറിയാണിത്. ഈ സ്ഥിതി തുടർന്നിട്ടുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പാടാണ്. കർഷക സമരത്തിൽ സർക്കാർ നിലപാടിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചാണ് मुंबई मेयर विश्वनाथ महादेश्वर प्रतिक्रिया की शेतकऱ्यांना कोणत्या परिस्थितीत न्याय मिळाला पाहिजे, शेतकऱ्यांना कर्जमाफी मिळालीच पाहिजे ही शिवसेनेची भूमिका आहे.
शेतकऱ्यांना संप करण्याची वेळ आली आहे. खरंच या सरकारने कुठेतरी योग्य तो निर्णय घेऊन शेतकऱ्यांच्या हिताच्या दृष्टिकोनातून चांगला निर्णय घेतला पाहिजे. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാകുമെന്നും തീവണ്ടികൾ തടഞ്ഞും പ്രതിഷേധിക്കുമെന്നും കർഷക സംഘടന വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. മഹാത്മാഗാന്ധിയുടെ ജാതി പറഞ്ഞുള്ള BJP അധ്യക്ഷൻ അമിത്ഷായുടെ പരാമർശം വിവാദമാകുന്നു. ഗാന്ധിജിയെ ബുദ്ധിമാനായ ബനിയ സമുദായക്കാരൻ എന്നാണ് അമിത്ഷാ വിശേഷിപ്പിച്ചത്. ഛത്തീസ്ഗഡിൽ ഒരു പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. വിവാദ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. വെള്ളിയാഴ്ച ഛത്തീസ്ഗഡിൽ സംഘടിപ്പിച്ച പരിപാടിക്കിടെയായിരുന്നു അമിത്ഷായുടെ വിവാദ പരാമർശം. ബുദ്ധിമാനായ ബനിയക്കാരനാണ് ഗാന്ധിയെന്നായിരുന്നു ജാതി പറഞ്ഞുള്ള അമിത്ഷായുടെ പരാമർശം. കോൺഗ്രസ് പാർട്ടിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം നടത്തുന്നതിനിടെയായിരുന്നു ഷായുടെ വിവാദ പരാമർശം. ബുദ്ധിമാനായ ബനിയായിരുന്നു ഗാന്ധി, അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടതെന്നുമാണ് ഷാ പ്രസംഗിച്ചത്. കോൺഗ്രസ് किसी एक सिद्धांत को लेकर बनी हुई पार्टी ही नहीं है. वो आजादी प्राप्त करने का एक स्पेशल पर्पस वेहिकल है. आजादी प्राप्त करने का एक साधन थी कांग्रेस. और इसीलिए महात्मा गांधी ने दूरंदेशी के साथ, बहुत चतुर बनिया था वो, उसको मालूम था आगे क्या होने वाला है. उसने आजादी के बाद तुरंत कहा था कांग्रेस को बिखेर देना चाहिए. महात्मा गांधी ने नहीं किया, मगर अब कुछ लोग उसको बिखेरने का काम समाप्त कर रहे हैं. മുഖ്യ പ്രതിപക്ഷ പാർട്ടികളെല്ലാം അമിത്ഷായ്ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നിർഭാഗ്യകരവും അധാർമികവും അനാവശ്യവുമായ പരാമർശമാണെന്നാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചത്. മഹാത്മാഗാന്ധിയെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും അമിത്ഷാ അപമാനിച്ചുവെന്നാണ് കോൺഗ്രസ് വക്താവ് രൺദീപ് സർജേവാല പ്രതികരിച്ചത്. രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച പ്രത്യേക വാഹനമാണ് മഹാസഭയും സംഘപരിവാറുമെന്നും അദ്ദേഹം തുറന്നടിച്ചു. രാഷ്ട്രപിതാവിനെ ജാതി പറഞ്ഞ് BJP അപമാനിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും മാപ്പ് പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. കൊച്ചിയിൽ നിന്ന് മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ കപ്പലിടിച്ച് ഉണ്ടായ മരണം 3ആയി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരാൾ കൂടി മരിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി K. ഉമേഷ് ചേരുന്നു. ഉമേഷ്, മരണസംഖ്യ 3ആയി ഉയർന്നോ? അരുൺ, അത് മുഴുവൻ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും 2 പേരുടെ മരണം സ്ഥിരീകരിച്ചു. അതിലൊരാളുടെ മൃതദേഹം അല്പസമയം മുമ്പ് ഈ കാണുന്ന ബോട്ടിൽ കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. കുളച്ചൽ സ്വദേശി തമ്പിദുരയുടെ മൃതദേഹമാണ് ഇപ്പോൾ കരയ്ക്ക് എത്തിച്ചത്. ഇയാളുടെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അരമണിക്കൂറിനുള്ളിൽ തന്നെ 2ാമത്തെ മൃതദേഹവും ഈ കരയ്ക്ക് എത്തിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉത്തരേന്ത്യക്കാരനായ രാഹുലാണ് മരിച്ചുവെന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇയാളുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ കരയ്ക്ക് എത്തിക്കും. മൂന്നാമനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇയാൾ മരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് മുഴുവനായി സ്ഥിരീകരിച്ചിട്ടില്ല. മൂന്നാമനും വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നാവികസേനയും കോസ്റ്റ് ഗാർഡും പോലീസും ഒപ്പം നാട്ടുകാരും സംയുക്തമായാണ് ഈ പരിശോധന നടക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ മത്സ്യബന്ധനത്തിനായി ബോട്ട് പോയത്. ഇത് ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. അപകടമുണ്ടായ ഉടനെ തന്നെ ഈ കപ്പൽ നിർത്താതെ പോയി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഇടി കൊണ്ട ബോട്ടിൽ 14 മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഇതിൽ 3 പേരൊഴികെ ബാക്കി 11 പേരെയും രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇത് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന സെന്റ് ആന്റണീസ് എന്ന ബോട്ടിലാണ് ഈ 11 പേരെയും രക്ഷപ്പെടുത്തിയത്. ഇവർ ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റ് 3 പേരിൽ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചു. അതിലൊരാളുടെ മൃതദേഹം ഇപ്പോൾ എത്തിച്ചു. രണ്ടാമത്തെ ആളുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഈ ഫോർട്ട് കൊച്ചിയിലെ കടപ്പുറത്തേക്ക് ഈ ബോട്ട് ജെട്ടിയിലേക്ക് എത്തിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. 3ാമത്തെ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിലും തുടരുകയാണ്. സ്ഥലത്ത് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, കമ്മീഷണർ അടക്കമുള്ളവർ ഈ സ്ഥലത്ത് എത്തിയിരുന്നു. ജോൺ ഫെർണാണ്ടസ് MLA അടക്കമുള്ളവർ ഇവിടെ എത്തിയിരുന്നു. മറ്റ് പരിക്കേറ്റവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇനി നടക്കേണ്ടത്. ഈ ബോട്ട് ഇടിച്ചത് എങ്ങനെയാണ്, അല്ലെങ്കിൽ പനാമ രജിസ്ട്രേഷനുള്ള ഒരു കപ്പലാണ് ഇടിച്ചത് എന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കപ്പൽ ഉടനടി കരയ്ക്കെത്തിക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ കപ്പൽ കരയ്ക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും മറ്റേ ആളുടെ 2ാമത്തെ ആളുടെ മൃതദേഹവും അല്പസമയത്തിനകം തന്നെ ഈ കരയ്ക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. അരുൺ, ഇത് എപ്പോഴായിരുന്നു ഈ അപകടം നടന്നത്? പുലർച്ചെ അപകടം നടക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ടവരെ മറ്റുള്ളവരെ രക്ഷിച്ചത് ആരാണ്? അരുൺ, ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് ഈ അപകടം നടന്നത്. ഈ കപ്പൽ ഈ മത്സ്യബന്ധന ബോട്ടിൽ ഇടിക്കുകയായിരുന്നു. പള്ളുരുത്തി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കാർമൽ മാത എന്ന ബോട്ടിലാണ് ഈ കപ്പൽ ഇടിച്ചത്. അതിനുശേഷം ഈ കപ്പൽ നിർത്താതെ പോവുകയായിരുന്നു എന്നാണ്
അറിയാൻ കഴിഞ്ഞത്. ഇതിനുശേഷം ഈ ഇടിച്ചത് ഈ പാനാമ രജിസ്ട്രേഷനുള്ള കപ്പലാണ് എന്നുള്ള കാര്യം പിന്നീട് വിവരം ലഭിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് എത്രയും പെട്ടെന്ന് കരയ്ക്ക് അടുപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇടിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അത് ശാസ്ത്രീയമായ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു അന്വേഷണ രീതി അങ്ങനെയാണ്. അത്തരത്തിൽ അന്വേഷണം നടത്തി ഇടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനി ഔദ്യോഗിക രീതിയിൽ ഒന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചായിരിക്കും മറ്റ് നടപടികളിലേക്ക് അന്വേഷണ സംവിധാനം നീങ്ങുക എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഇടിച്ച ഉടൻ തന്നെ ഈ 14 പേരിൽ 11 പേരെയും തൊട്ടടുത്തുണ്ടായിരുന്ന സെൻറ് ആൻ്റണീസ് ബോട്ടിൽ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് 3 പേരെയാണ് പിന്നീട് കാണാതായത്. ഈ കാണാതായവർക്ക് വേണ്ടി കെ മുമേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കൊച്ചിയിൽ അപകടമുണ്ടാക്കിയത് പനമയിൽ നിന്നുള്ള കപ്പലാണ്. മരണസംഖ്യ 3 ഉയരുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ കപ്പലിടിച്ച് കാണാതായ തൊഴിലാളികളിൽ 3 പേരുടെ മൃതദേഹം കണ്ടെത്തി. കുളച്ചൽ സ്വദേശി തമ്പിതുരയുടെയും അസം സ്വദേശിയുടെയും മൃതദേഹമടക്കം 3 പേരുടെ മൃതദേഹമാണ് ലഭിച്ചത്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള മറ്റൊരു തൊഴിലാളിക്കായി തിരച്ചിൽ നടത്തുന്നുണ്ട്. അതിനിടെ ബോട്ടിൽ ഇടിച്ച് അപകടമുണ്ടാക്കിയ കപ്പൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാനമയിൽ നിന്നുള്ള ചരക്ക് കപ്പൽ ആംബർ ആണ് അപകടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കപ്പൽ കൊച്ചിയിൽ നിന്ന് 8 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് പോയതെന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. നാവികസേനയും തീര സംരക്ഷണ സേനയും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കപ്പൽ എവിടേക്കാണ് പോകുന്നത് എന്ന കാര്യം വ്യക്തമായിരുന്നില്ല. എന്നാൽ ആംബർ എന്ന ചരക്ക് കപ്പൽ കൊച്ചിയിലേക്ക് എത്തിക്കാനുള്ള മറ്റ് സാങ്കേതികമായ നടപടിക്രമങ്ങൾ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. പുലർച്ചെ 2:30ഓടെയാണ് പുതുവൈപ്പിനിൽ നിന്ന് 20 നോട്ടിക്കൽ മൈൽ അകലെ അപകടമുണ്ടായത് എന്നാണ് കരുതുന്നത്. ബോട്ടിലുണ്ടായിരുന്ന 14 പേരിൽ 11 പേരും രക്ഷപ്പെട്ടു. 2 ദിവസം മുൻപ് മത്സ്യബന്ധനത്തിന് പോയ കാർമൽ മാത എന്ന ബോട്ടായിരുന്നു അപകടത്തിൽപ്പെട്ടത്. കപ്പലുകൾ കടന്നുപോകുന്ന വഴിയിൽ അല്ല ബോട്ട് ഉണ്ടായിരുന്നത് എന്നാണ് തൊഴിലാളികൾ നിലവിൽ നൽകുന്ന സൂചന. പുലർച്ചെ അപകടമുണ്ടായപ്പോൾ തന്നെ മറ്റൊരു ബോട്ട് ഇവർക്ക് സമീപം ഉണ്ടായിരുന്നു. വലിയ ശബ്ദം കേട്ടെത്തിയ ഈ ബോട്ടിലെ ജീവനക്കാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽ ബോട്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. രക്ഷപ്പെടുത്തിയ മറ്റുള്ളവർ ഫോർട്ട് കൊച്ചിയിലെ ആശുപത്രിയിലാണ്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായിരുന്നു. അതിനാൽ അവരെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. കൊച്ചിയിൽ കപ്പൽ ബോട്ടിലിടിച്ച് ഉണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചു എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. പുലർച്ചെ 2 മണിയോടുകൂടി ആണ് അപകടമുണ്ടായത് എന്നാണ് കരുതുന്നത്. കപ്പലിന്റെ ക്യാപ്റ്റനെതിരെ നരഹത്യക്ക് കേസെടുക്കും. പനമയിൽ നിന്നുള്ള ആംബർ എന്ന ചരക്ക് കപ്പലാണ് ബോട്ടിൽ ഇടിച്ച് അപകടം ഉണ്ടായതെന്നാണ് കരുതുന്നത്. ഈ കപ്പൽ കൊച്ചി തീരത്തേക്ക് എത്തിക്കുന്നതിനുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ കൂടി നിലവിൽ ഈ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ കപ്പൽ ബോട്ടിലിടിച്ച് 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. 14 പേരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അവരെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. കൊച്ചിയിൽ മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ കപ്പലിടിച്ച് കാണാതായ തൊഴിലാളികളിൽ 2 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. കുളച്ചൽ സ്വദേശി തമ്പിതുരയുടെയും അസം സ്വദേശിയുടെയും മൃതദേഹമാണ് ലഭിച്ചത്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള മറ്റൊരു തൊഴിലാളിക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ബോട്ടിലിടിച്ച് അപകടമുണ്ടാക്കിയ കപ്പൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാനമയുടെ കപ്പൽ ആണ്, ചരക്ക് കപ്പൽ ആംബർ ആണ് എന്നാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ക്യാപ്റ്റനെതിരെ നരഹത്യക്ക് കേസെടുക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചുള്ള സൂചന. കപ്പൽ തീരത്തേക്ക് കൊണ്ടുവരുമെന്ന് കപ്പൽ കൊച്ചി തീരത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിലവിൽ കാണുന്നത്. 11 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായതിനാൽ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കപ്പലിടിച്ച് മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ കപ്പലിടിച്ച് 2 പേർ മരിച്ചു. ഒരു മൃതദേഹം കരക്കെത്തിച്ചു. അവരുടെ പ്രതികരണങ്ങളിലേക്കൊക്കെ ഓടി വന്ന് ഇടിച്ച കപ്പൽ ഇടിച്ചത് കണ്ടിട്ട് ഇവർ നിലവിളിച്ചു. ഒച്ചപ്പാടുണ്ടായി. ഒച്ച വെച്ചിട്ട് കപ്പൽ നിർത്താതെയാണ് പോയതായിട്ടാണ് അവർ പറയുക. ബോട്ട് 3-4 കാരണം മറിച്ചു. അപ്പോൾ കപ്പൽ നിർത്തിയിരുന്നെങ്കിൽ ഇവർ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ആളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ബോയൊക്കെ ഇട്ട് കൊടുത്ത് രക്ഷിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ആൾനാശനം ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ ഈ കേരളക്കടലിൻ്റെ തീരത്ത് ഒരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നല്ല ഇടപെടൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ ആയിട്ട് ഇടപെടണം. കോസ്റ്റ് ഗാർഡിനെയും നേവിയൊക്കെ വളരെ ജാഗ്രതയോടുകൂടി അണിനിർത്തിയില്ലെങ്കിൽ തുടർച്ചയായി തീരത്ത് ഇങ്ങനെ കപ്പലിടിച്ച് മരിക്കുന്ന ഒരു സ്ഥിതി സംഭവിക്കുക നമ്മുടെ തീരത്ത്. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയുള്ള നല്ല ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നല്ല ഇടപെടൽ വേണം. ഇടിച്ചിട്ട് നിർത്താതെ പോയ കപ്പലിലെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ പുറത്ത് ആവശ്യമായ നടപടികൾ
സ്വീകരിക്കണം. വളരെ നിരാലംബരായിട്ടുള്ള ഈ മത്സ്യത്തൊഴിലാളികളെ സഹായിച്ച് പറ്റൂ. ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നല്ല ഇടപെടലാണ് ഈ കാര്യത്തിൽ വേണ്ടത്. ഞങ്ങൾ ആങ്കറിൽ കിടക്കുമായിരുന്നു. അപ്പം ഏകദേശം ഒരു 2 മണി ഇറക്കുമ്പോൾ കപ്പലൊന്ന് ഇടിച്ചു. ഇടിച്ചപ്പോൾ ബോട്ട് മറിഞ്ഞു പോയി. ഞങ്ങൾ മറിഞ്ഞു പോയപ്പോൾ വെള്ളത്തിനടിയിൽ വന്ന് ഒരു 10-15 പേരാണ് മുകളിൽ വന്നത്. ബാക്കി 3 പേര് മുകളിൽ വന്നില്ല. പിന്നെ എല്ലാവരും ഒച്ചയിട്ടപ്പോൾ ഒരു സ്ഥലത്തിൽ എല്ലാവരും കൂടി, കടലിൽ തന്നെ കൂടി ഒരു പല മറന്നപ്പോൾ അതിൽ എല്ലാവരും അടുത്ത് കിടന്നു. എല്ലാവരും കിടന്നിട്ട് ഒരു ബോട്ട് അടുത്ത് കാണുമായിരുന്നു. അപ്പം അതിൻ്റെ പെതുക്കെ നീന്തി ആ ബോട്ടിൻ്റെ ഇടയിൽ പോയി. അടുത്ത് പോയപ്പോൾ ഒച്ചയിട്ടപ്പോൾ ആ ബോട്ടുകാർ എഴുമ്പി എല്ലാവരും ഞങ്ങൾക്ക് പോയാവും ചാക്കറ്റായിട്ട് എറിഞ്ഞെറിഞ്ഞാണ് ഒരാളെയും പൊക്കി കയറ്റിയപ്പോൾ ബോട്ടിൽ കയറി ഞങ്ങളെല്ലാവരും രക്ഷപ്പെട്ടപ്പോൾ 4:15 മണിയാണ്. പിന്നെ അവർ ഞങ്ങൾ ബോട്ടിൽ കയറിയപ്പോൾ എല്ലാ ബോട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ ചാനൽ ബോട്ടൊക്കെ ഉണ്ട്, നമ്മുടെ കൂട്ടുബോട്ടൊക്കെ ഉണ്ട്, അവരാണ് വിളിച്ച് എല്ലാവരോടും പറഞ്ഞപ്പോൾ പിന്നെ അവർ എല്ലാ ബോട്ട് മുങ്ങിയ സ്ഥലത്തിൽ പോയി തേടി നോക്കിയപ്പോൾ 2 ബോഡി കിട്ടിയതാണ്. ഇപ്പോൾ ബോട്ട് 9-ാം തീയതിയാണ് പണിക്ക് പോയത്. പണിക്ക് പോയി 2 ദിവസത്തെ അപ്പുറം ഞങ്ങൾ ഒരു 12 നാട്ടിക്കൽ മൈൽ കടലിൻ്റെ അടുത്ത് ആങ്ങറിട്ടത് ഒരു 2 മണിയാകുമ്പോൾ കപ്പലിടിച്ചതാണ്. കപ്പലിടിച്ച സമയം ഞങ്ങളെല്ലാം ഉറങ്ങിക്കിടന്ന്. പിന്നെ ബോട്ടിൽ ഉള്ളർന്ന് വീലസ് പൊളിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാം പുറത്ത് വന്നപ്പോൾ 3 ആൾക്കാരെ കാണാറില്ല. കപ്പൽ ഒച്ചയിട്ട് കപ്പലും നിർത്തിയില്ല. പിന്നെ എല്ലാവരും ഒന്ന് ചേർന്ന് കയ്യിൽ കിട്ടിയ എല്ലാം കൊണ്ട് പയ്യെ നീന്തി വേറെ ഒരു ബോട്ടിൽ കയറി. 2 നാട്ടിക്കൽ അപ്പുറത്തേക്ക് ആങ്ങറിൽ കിടന്ന ബോട്ടിലാണ് കയറിയിട്ട് പിന്നെ അവർ ഞങ്ങളെ കരയ്ക്കെത്തി. പിന്നെ 3 ആൾ മരിച്ച്, 2 ആൾ ബാഡി കിട്ടിയിട്ടുണ്ട്, ഒരാൾ ബാഡി കിട്ടിയില്ലാണ് പറയുന്നത്. കൊച്ചിയിൽ മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ കപ്പലിടിച്ച് 2 പേർ മരിച്ചു. ഒരാളുടെ മൃതദേഹം കരക്കെത്തിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ 11 പേർ, അപകടത്തിൽപ്പെട്ട മറ്റ് 11 പേരെ എറണാകുളം ഫോർട്ട് കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. പരിക്കേറ്റവർ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം വിവരിക്കുകയായിരുന്നു. പുലർച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. കൊച്ചിയിൽ നിന്ന് മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ കപ്പലിടിച്ച് കാണാതായ തൊഴിലാളികളിൽ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. അതിൽ ഒരാളുടെ മൃതദേഹം കരക്കെത്തിച്ചിട്ടുണ്ട്. തമിഴ്നാട് കുളച്ചൽ സ്വദേശി തമ്പിദുരയുടെയും അസം സ്വദേശി രാഹുലിന്റെയും മൃതദേഹമാണ് ലഭിച്ചത്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള മറ്റൊരു തൊഴിലാളിക്കായി തെരച്ചിൽ തുടരുന്നുണ്ട്. ബോട്ടിൽ 14 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 11 പേർ രക്ഷപ്പെട്ടു. ബോട്ടിൽ ഇടിച്ച് അപകടമുണ്ടാക്കിയ കപ്പൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാനമയിൽ നിന്നുള്ള ചരക്ക് കപ്പൽ ആംബറാണ് അപകടമുണ്ടാക്കിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ കപ്പൽ കൊച്ചിയിൽ നിന്നും 8 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് പോയത് എന്നാണ് വിവരം. നാവികസേനയും തീരസംരക്ഷണ സേനയും പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ കപ്പൽ എവിടേക്കാണ് പോയത് എന്ന കാര്യം വ്യക്തമല്ല. പുലർച്ചെ 2:30 പുതുവൈപ്പിനിൽ നിന്നും 20 നോട്ടിക്കൽ മൈൽ അകലെ അപകടം ഉണ്ടായത്. ബോട്ടിലുണ്ടായിരുന്ന 14 പേരിൽ 11 പേരും രക്ഷപ്പെട്ടു. 2 ദിവസം മുൻപ് മീൻ പിടിക്കാൻ പോയ കാർമൽ മാത എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. കപ്പലുകൾ കടന്നു പോകുന്ന വഴിയിലല്ല ബോട്ട് ഉണ്ടായിരുന്നത് എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. പുലർച്ചെ അപകടമുണ്ടായപ്പോൾ മറ്റൊരു ബോട്ട് ഇവർക്ക് സമീപം ഉണ്ടായിരുന്നു. വലിയ ശബ്ദം കേട്ടെത്തി ഈ ബോട്ടിലെ ജീവനക്കാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽപ്പെട്ട ബോട്ടിലെ മറ്റ് തൊഴിലാളികളെ കരക്കെത്തിച്ചതും ഇവരായിരുന്നു. അപകടത്തിൽ ഈ മീൻ പിടിക്കാൻ പോയ ബോട്ട് പൂർണ്ണമായും തകർന്നു. രക്ഷപ്പെടുത്തിയ 11 പേരെ ഫോർട്ട് കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായതിനാൽ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കപ്പലിലെ ക്യാപ്റ്റനെതിരെ നരഹത്യക്ക് കേസെടുക്കും എന്നാണ് പോലീസ് കമ്മീഷണർ ഏറ്റവും ഒടുവിലായി പറഞ്ഞത്. മറ്റ് നിയമ നടപടികൾ, സാങ്കേതിക നടപടിക്രമങ്ങൾ കൂടി ഇക്കാര്യത്തിൽ പാലിക്കപ്പെടേണ്ടതുണ്ട്. എന്നാലും കേരളത്തിന്റെ കടൽ തീരത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ നിത്യസംഭവങ്ങളാകുന്ന കാഴ്ചകൾ കൂടിയാണ് നിലവിൽ കാണുന്നത്. 2002 ഫെബ്രുവരി 15 കേരളത്തിലെ കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പോയ 2 ഇന്ത്യക്കാർ ഇന്ത്യൻ സമുദ്രത്തിൽ വെടിയേറ്റ് മരിച്ച സംഭവത്തെ തുടർന്ന് 3ഓളം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തത്. എൻറിക്ക ലെക്സി എന്ന ഇറ്റാലിയൻ കപ്പലിൽ നിന്ന്
മീൻപിടുത്തക്കാർക്ക് നേരെ വെടിയുതിർത്ത് അവരെ വെടിവെച്ചു കൊന്ന സംഭവത്തിന് ശേഷം തുടർ സംഭവങ്ങൾ, നിത്യസംഭവങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണിത്. കൊച്ചിയിൽ അപകടമുണ്ടാക്കിയത് പാനമയിൽ നിന്നുള്ള കപ്പൽ ആണ് എന്നും 2 മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 2 പേർ മരിച്ചിട്ടുണ്ട്. അതിൽ ഒരാളുടെ മൃതദേഹം കരക്കെത്തിക്കുകയും ചെയ്തു. പ്രാഥമികമായിട്ട് എന്ന് പറയുകയാണെങ്കിൽ അത് തട്ടിയ ശേഷം എന്ന് പറയുകയാണെങ്കിൽ ഈ സംഭവം ഉണ്ടായിട്ടും ഷിപ്പ് നിർത്താതെ പോയത് എന്തായാലും വളരെ ശരിയല്ലാത്തതും എന്താ പറയുക ക്രിമിനൽ കുറ്റകരമായിട്ടൊരു കാര്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് മിക്കവാറും ക്യാപ്റ്റൻ അതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് നമ്മൾ പരിശോധിച്ച് നമ്മൾ നടപടിയെടുക്കും. ഇപ്പോൾ ഷിപ്പ് കൊണ്ടുവന്ന് ഇപ്പോൾ പോർട്ട് ട്രസ്റ്റിൻ്റെ കസ്റ്റഡി, പോർട്ട് ട്രസ്റ്റാണ് ഡീറ്റെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുത്തു കഴിയുന്നുണ്ട്. ഇപ്പോൾ ഷിപ്പ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഡോണിയർ പ്ലേസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ ഒരു വെസൽ കൂടി പോകുന്നുണ്ട് ഇപ്പോൾ അങ്ങോട്ടെന്ന് പറഞ്ഞെങ്കിൽ പോയി ആ ഷിപ്പിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നതായിരിക്കും. പോർട്ട് ട്രസ്റ്റാണ് ഇത് ഡീറ്റെയിൻ ചെയ്യേണ്ട അതോറിറ്റി. ഇപ്പോൾ നമ്മൾ പോർട്ട് ട്രസ്റ്റിനായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത് നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അവർ ഡീറ്റെയിൻ ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ മനസ്സിലാക്കാവുന്നുള്ളൂ. ഇപ്പോൾ ഷിപ്പിൻ്റെ പേരും ഇത് മാത്രം നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ശരിക്കും ആ വിശദ വിവരങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. താങ്ക് യു. സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കൊച്ചിയിൽ നിന്ന് മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ കപ്പലിടിച്ച് 2 പേർ മരിച്ചു. ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മറ്റ് അപകടത്തിൽ രക്ഷപ്പെട്ട 14 പേരെ എറണാകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രക്ഷപ്പെടുത്തിയ 11 പേരെ ഫോർട്ട് കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പാനമയിൽ നിന്നുള്ള ചരക്ക് കപ്പലാണ് ചരക്ക് കപ്പലാണ് മീൻപിടുത്തക്കാരുടെ ബോട്ടിൽ, ഈ മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ ഇടിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഒരാളുടെ മൃതദേഹം കരക്കെത്തിച്ചിട്ടുണ്ട്. 3 പേർ മരിച്ചു എന്നാണ് അനൗദ്യോഗിക സ്ഥിരീകരണം. ഇതിൽ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അസാം സ്വദേശി രോഹുലും ഒപ്പം കുളച്ചൽ സ്വദേശി തമ്പി ദുരയുമാണ് മരിച്ചത്. കൂടുതലും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ മീൻ പിടിക്കാൻ പോയവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്, ബോട്ടിലുണ്ടായിരുന്നത് എന്നാണ് അറിയുന്നത്. കൊച്ചിയിൽ നിന്ന് മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ കപ്പലിടിച്ച് കാണാതായ തൊഴിലാളികളിൽ 2 പേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഒരാളുടെ മൃതദേഹം കരയ്ക്ക് എത്തിച്ചു. കുളച്ചൽ സ്വദേശി തമ്പീതുരയുടെയും അസാം സ്വദേശി രോഹുലിൻ്റെയും മൃതദേഹമാണ് ലഭിച്ചത്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള മറ്റൊരു തൊഴിലാളിക്കായിട്ടുള്ള തെരച്ചിൽ നിലവിൽ തുടരുകയാണ്. ബോട്ടിൽ ഇടിച്ച് അപകടമുണ്ടാക്കിയ കപ്പൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാനമയിൽ നിന്നുള്ള ചരക്ക് കപ്പൽ ആംബർ ആണ് അപകടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കപ്പൽ കൊച്ചി തീരത്തേക്ക് കൊണ്ടുവരുന്ന മറ്റ് സാങ്കേതിക ഒരാൾക്കായിട്ടുള്ള തെരച്ചിൽ തുടരുന്നു. നമുക്കറിയാവുന്ന പോലെ കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ചേതക് ഹെലികോപ്റ്ററും അതുപോലെ തന്നെ എയർക്രാഫ്റ്റും പോയിട്ടുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഇനി കിട്ടാനുള്ളതെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡിയോടെ കിട്ടിക്കഴിയുമ്പോഴേക്കും ബാക്കി തുടർ നടപടികൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഇതിനകത്ത് ഇൻവോൾവാണ്. ഈ ഷിപ്പിനെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പം ഷിപ്പ് ഓൾറെഡി കസ്റ്റഡി കിട്ടിയിട്ടുണ്ട്. അത് ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പും 1-2 ഇൻസിഡൻറ്റ്സ് നമുക്ക് കേരളത്തിലുണ്ടായിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ പോലീസിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് പഴുതുകളെല്ലാം അടച്ചുകൊണ്ട് കുറ്റമറ്റ ഒരു അന്വേഷണം ഇതിനകത്തുണ്ടാവും എന്നത് തർക്കം അല്ല. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് റെസ്ക്യൂ ഓപ്പറേഷൻസാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോക്കൽ പോലീസിലെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്, ഫോർട്ട് കൊച്ചിയിൽ. അപ്പോൾ അതിനുശേഷം നല്ല ഉയർന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കാനുള്ള നടപടികൾ എടുക്കും. അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. കപ്പലുകൾ കസ്റ്റഡി എടുത്ത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ ഇപ്പോൾ കടക്കുകയാണ്. ഇന്റർനാഷണൽ ലോസ് ഇതിനകത്ത് ബാധകമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ ഷിപ്പിനെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ അനുഭവത്തോട് വേണം ചെയ്യാൻ വേണ്ടിയുള്ളത്. നമ്മൾ എടുത്തിയാടി എന്തെങ്കിലും ഒരെണ്ണം ചെയ്തത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഉടമ്പടിക്കൊന്നും വ്യത്യസ്തമാകാൻ പാടില്ല. എങ്കിലും നമ്മുടെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടികൾ ഇക്കാര്യത്തിലുണ്ടാവും. അല്ല, ഈ പനാമയായിട്ടുണ്ട്. ശരി. ടോമിൻ ജെ തച്ചങ്കരി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള
ഉടമ്പടികൾ പാലിച്ചുകൊണ്ടുള്ള നിയമ സംവിധാനത്തിനകത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ്, തുടർ നടപടികൾ മാത്രമാണ് സ്വീകരിക്കാനാവുക. അക്കാര്യങ്ങൾ അടക്കമുള്ള സാധ്യതകൾ ആരായുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പനമയിൽ നിന്നുള്ള ആംബർ എന്ന ചരക്ക് കപ്പലാണ് ഈ മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ ഇടിച്ചതും അപകടമുണ്ടായതുമെന്നാണ് കരുതുന്ന ബോട്ട്. ആ കപ്പൽ കൊച്ചി തീരത്തേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം ക്യാപ്റ്റനെതിരെ നരഹത്യക്ക് കേസെടുക്കുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്. കൊച്ചിയിൽ നിന്ന് മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ കപ്പലിടിച്ച് കാണാതായ തൊഴിലാളികളിൽ 2 പേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. കുളച്ചൽ സ്വദേശി തമ്പിദുരയുടെയും അസം സ്വദേശി രോഹുലിൻ്റെയും മൃതദേഹമാണ് ലഭിച്ചത്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള മറ്റൊരു തൊഴിലാളിക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ബോട്ടിൽ കപ്പൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പനമയിൽ നിന്നുള്ള ചരക്ക് കപ്പൽ ആംബറാണ് അപകടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കപ്പൽ കൊച്ചിയിൽ നിന്ന് 8 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് പോയത് എന്നാണ് വിവരം. നാവികസേനയും തീരസംരക്ഷണ സേനയും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കൊച്ചിയിൽ മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ കപ്പലിടിച്ച് 2 പേർ മരിച്ചു. കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പനാമയിൽ രജിസ്റ്റർ ചെയ്ത ആംബർ എന്ന കപ്പലാണ് ബോട്ടിൽ ഇടിച്ചത്. കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്ത കപ്പൽ കൊച്ചി തീരത്തേക്ക് എത്തിക്കുകയാണ്. തോപ്പുംപടിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കപ്പലിടിച്ച് പൂർണ്ണമായും തകരുകയായിരുന്നു. കൊച്ചി തീരത്ത് 15 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം നടന്നത്. പഴുതടച്ച കുറ്റമറ്റ അന്വേഷണം ഉണ്ടാകും എന്നാണ് DGP ടോബിൻ ജെ തച്ചങ്കരി ഇക്കാര്യത്തിൽ പ്രതികരിച്ച. അന്താരാഷ്ട്ര നിയമങ്ങൾ കൂടി പരിശോധിച്ച് ഉചിതമായ നടപടി കൈക്കൊള്ളുന്ന തീരുമാനമാകും ഉണ്ടാവുക. അപകടമുണ്ടാക്കിയ കപ്പൽ, പനമയിൽ നിന്ന് വന്ന കപ്പൽ കൊച്ചി തീരത്തേക്ക് എത്തിക്കുകയാണ്. കൊച്ചിയിൽ മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ കപ്പലിടിച്ച് 2 പേർ മരിച്ചു. അതിൽ ഒരാളുടെ മൃതദേഹം കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. കാണാതായ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. 14 പേരിൽ 11 പേരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരെ 11 പേരെ ഫോർട്ട് കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിലെ ആശുപത്രിയിലാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട 11 പേരും ഉള്ളത്. പുലർച്ചെ 2:30 പുതുവൈപ്പിനിൽ നിന്ന് 20 നോട്ടിക്കൽ മൈൽ അകലെ അപകടമുണ്ടായത്. ബോട്ടിലുണ്ടായിരുന്ന 14 പേരിൽ 11 പേരും രക്ഷപ്പെട്ടു. 2 ദിവസം മുമ്പ് മീൻ പിടിക്കാൻ പോയ കാർമൽ മാത എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. കപ്പലുകൾ കടന്നു പോകുന്ന വഴിയിലല്ല ബോട്ട് ഉണ്ടായിരുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ പറഞ്ഞത്. കപ്പലിലെ ക്യാപ്റ്റനെതിരെ നരഹത്യക്ക് കേസെടുക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഈ കപ്പൽ കൊച്ചി തീരത്തേക്ക് കൊണ്ടുവരുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നേവിയും കോസ്റ്റ് ഗാർഡും തിരച്ചിൽ നടത്തുന്നുണ്ട്. മരിച്ച ഒരാളുടെ മൃതദേഹം കൊച്ചി തീരത്ത് എത്തിച്ചു. കപ്പൽ തീരത്തേക്ക് കൊണ്ടുവരുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നേരത്തെ അറിയിച്ചിരുന്നു. 2 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ഇതിൽ ഒരാളുടെ മൃതദേഹം കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. കപ്പലിൻ്റെ ക്യാപ്റ്റനെതിരെ നരഹത്യക്ക് കേസെടുക്കുമെന്നാണ് കമ്മീഷണർ അറിയിച്ചത്. ബോട്ടിൽ ഇടിച്ച് അപകടമുണ്ടാക്കിയ കപ്പൽ കൊച്ചി തീരത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ചരക്ക് കപ്പൽ ആംബറാണ് അപകടമുണ്ടാക്കി. ഈ കപ്പൽ എങ്ങോട്ടേക്കാണ് പോയിരുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. പഴുതടച്ച അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ കൂടി പരിശോധിച്ചാകും ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുക എന്നാണ് ടോമിൻ ജെ തച്ചങ്കരി ഇക്കാര്യത്തിൽ നേരത്തെ കാര്യങ്ങൾ സൂചിപ്പിച്ചെന്തായാലും 2012 ഫെബ്രുവരി 15 എൻറിക്ക അലക്സി എന്ന ഇറ്റാലിയൻ കപ്പലിൽ നിന്ന് മത്സ്യബന്ധനത്തിന് മീൻ പിടിക്കാൻ പോയ തൊഴിലാളികളെ വെടിവെച്ച് കൊന്നതിന് ശേഷം കേരളത്തിൻ്റെ തീരത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടാവുന്നത്. 2012 ഫെബ്രുവരി 15 കേരളത്തിലെ കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി പോയ 2 ഇന്ത്യക്കാർ ഇന്ത്യൻ സമുദ്രത്തിൽ വെടിയേറ്റ് മരിച്ച സംഭവം ഏറെ ഒച്ചപ്പാടുകൾക്കും വിവാദങ്ങൾക്കും വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവം കൂടിയാണ് ഇത്. കൊച്ചിയിൽ അപകടമുണ്ടാക്കിയത് പനമയിൽ നിന്നുള്ള കപ്പലാണ്. 2 മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഒരാളുടെ മൃതദേഹം കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട്, തീരത്ത് എത്തിച്ചിട്ടുണ്ട്. മരിച്ചത് അസാം സ്വദേശി, അതായത് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് തിരിച്ചറിഞ്ഞത് പ്രകാരം കുളച്ചൽ സ്വദേശി തമ്പിദുരയുടെയും അസം സ്വദേശി രോഹുലിൻ്റെയും മൃതദേഹമാണ് ലഭിച്ചത്. ഉത്തരേന്ത്യയിൽ നിന്ന് തന്നെ ഉള്ള മറ്റൊരു തൊഴിലാളിക്കായി തെരച്ചിൽ തുടരുന്നുണ്ട്. കൂടുതലും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. പുലർച്ചെയോടാണ് അപകടം ഉണ്ടായത്. പുലർച്ചെ 2:30 പുതുവൈപ്പിനിൽ നിന്നും 20 നോട്ടിക്കൽ മൈൽ അകലെ അപകടമുണ്ടായിരുന്നത്. ബോട്ടിലുണ്ടായിരുന്ന 14 പേരിൽ 11 പേരും രക്ഷപ്പെട്ടു. കാർമൽ മാത എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൻ്റെ ആഘാതത്തിൽ ബോട്ട് പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. എന്തായാലും 14 പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. 11 പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. 11 പേരും ഫോർട്ട് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. KM ഉമേഷ് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി.
അരുൺ, മരിച്ച രണ്ടുപേരിൽ ഒരാളുടെ മൃതദേഹം ഇപ്പോൾ ഇവിടെ എത്തിച്ചു. രണ്ടാമത്തെ ആളുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ എത്തിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അല്പം മുമ്പ് ADGP ടോമിൻ തച്ചങ്കരി അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. പഴുതടച്ച അന്വേഷണം നടക്കുമെന്ന് അദ്ദേഹം അറിയിക്കുകയുണ്ടായി. ഇപ്പോൾ എന്നോടൊപ്പം മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവ് കൂടിയായ KJ ആന്റണി അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം ഈ സംഭവം നടന്ന അധികം വൈകാതെ തന്നെ സ്ഥലത്തെത്തിയ ഒരാളാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. എന്താണ് ശരിക്കും ഉണ്ടായത്? ട്രോളിംഗ് നിരോധനം വരുന്നതിന് മുമ്പ് തന്നെ മീൻ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് മത്സ്യത്തൊഴിലാളികളിലുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നമ്മുടെ കേരളക്കടലിൻ്റെ കടൽ തീരത്ത് തന്നെയാണ് അവർ ആങ്കർ ചെയ്തിരുന്നത്. കപ്പൽ ചാലിൽ നിന്ന് മാറിയിട്ടായിരിക്കാം കപ്പൽ വന്നതെന്നാണ് അനുമാനിക്കുന്നത്. കപ്പൽ വന്ന് ഇടിച്ചു കഴിഞ്ഞപ്പോൾ 3 വട്ടം ബോട്ട് തകിടം മറിഞ്ഞു. ഇവർ നിലവിളിച്ചു, എന്നിട്ടും കപ്പലിൽ നിർത്താതെ പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഉണ്ടായ സംഭവം ഉണ്ടെങ്കിൽ പിന്നെ ബോയെ മറ്റിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും ആൾനാശം ഉണ്ടാകുമായിരുന്നില്ല. അകലെ നിൽക്കുന്ന മറ്റൊരു ബോട്ട് വന്നിട്ടാണ് റോപ്പിട്ട് കൊടുത്തിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. അത് കടൽ നിയമത്തിൽ ലംഘനമാണ്. കടലിൽ എന്തെങ്കിലും ക്യാപ്റ്റൻ അവരെ രക്ഷപ്പെടുത്തിയിട്ട് പോയാൽ പുറത്തുനിന്ന് ആർക്കും വന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ലല്ലോ. ഒരു കടലിലൊരു ഒരാൾ പോയാൽ അതല്ലെങ്കിൽ സംഭവിച്ചാൽ അതിനെ രക്ഷപ്പെടുത്തേണ്ട ചുമതല അദ്ദേഹത്തിന് ക്യാപ്റ്റൻ പദവി കൊടുക്കുമ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ ഏൽപ്പിക്കുന്നതാണ്. അത് പാലിക്കപ്പെട്ടില്ല. ഇതൊരു നിത്യസംഭവമായിട്ട് മാറുകയാണ്. ഇത് സംഭവം പുറത്തറിഞ്ഞത് എങ്ങനെ 2 മണിക്കാണ് ഉണ്ടായതെന്നാണ് ഇവർ ഇത് പറഞ്ഞു. ഇവർ ബഹളം ഉണ്ടാക്കി. ഇവരിവിടെ അവർ കുറേ രക്ഷപ്പെട്ടവർ ബഹളം വെച്ച് മറ്റ് ബോട്ടുകളൊക്കെ ഓടി അടുത്തതുകൊണ്ടാണ് വെളുപ്പിന് വലിയ നീരൊഴുക്കുള്ള സ്ഥലമാണിത്. ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ നീരൊഴുക്കുള്ള 33,000 പരം മില്ലിമീറ്റർ വേഗത്തിൽ വെള്ളം അടിയൊഴുക്കുള്ള അഴിമുഖമാണ്. ഒരു ലോകത്ത് ഇതുപോലെ അടിയൊഴുക്കുള്ള സ്ഥലം വേറെ ഒരുത്തില്ല. ഇത് ഒഴുകി പടിഞ്ഞോട്ട് വരികയാണല്ലോ, പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്നാലും അവർ നീന്തി രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ തലക്ക് ഗംഭീരമായ പരിക്കാണ്. മരിച്ചു കൊണ്ടുവന്നവരെ കാണാൻ കഴിയുന്നത് നല്ല ഇടിയാണ് നടന്നിരിക്കുന്നത്. തലക്ക് പരിക്കാണ്. തലക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ നീന്തി കയറാൻ കഴിയാത്തൊരു അവസ്ഥ വരും. ഇത് നിത്യമായി സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞത്തുണ്ടായി, തിരുവനന്തപുരത്തുണ്ടായി, ആലപ്പുഴയുണ്ടായി, കോഴിക്കോടുണ്ടായി, ബേപ്പൂരുണ്ടായി ഒക്കെ ഉണ്ടായി. ഇതിന് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇതിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നന്നായി ഇടപെടണം. പാവത്തുങ്ങളാണ് ഈ മരിക്കപ്പെടുന്നത്. മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നവരാണ്. അവർ വേറെ മറ്റു കാര്യത്തിനല്ല പോകുന്നത്. അത് മാത്രം അവർ പരിരക്ഷ കൊടുക്കേണ്ടത് അവർ തീരത്തിൻ്റെ സംരക്ഷകരാണ്. കടലിൽ മീനുണ്ടെങ്കിൽ കടൽ അവരുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തീരം സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ബോംബെയിലേക്ക് അതില്ലാഞ്ഞുകൊണ്ടാണ് ആ സംഭവം ഉണ്ടായത്. അപ്പോൾ ഇവർക്കാണ് പരിരക്ഷ കൊടുക്കേണ്ടത്. ഒരു കേന്ദ്ര ഗവൺമെൻറ്റും അതിൻ്റെ ഷിപ്പിംഗ് കാര്യാലയവും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ ചേർന്നുകൊണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള വളരെ വ്യക്തമായ നിലപാടുകളും പരിരക്ഷയും പാവപ്പെട്ട പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക്ക് ലഭിക്കണം. ഇവരുടെ പുറത്ത് ആവശ്യമായ കപ്പലിൻ്റെ പുറത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഈ കുടുംബം അനാഥമാകാതിരിക്കാൻ വേണ്ടി അവർ സംരക്ഷിക്കപ്പെടണം. മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഫിഷറീസ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ വളരെ നന്നായി ഇടപെടണം. ഇതിന് ആവർത്തിക്കപ്പെടാനേ പാടില്ല എന്ന നിലയിലേക്കുള്ള സംവിധാനം ഉണ്ടാക്കണം. ശ്രീ ജോൺ ഫെർണാണ്ടസ് MLA കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ ബോട്ട് ഇടിച്ച കപ്പൽ ഏതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി എന്തായിരിക്കും അതിൻ്റെ അടുത്ത നടപടികൾ? ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി ഇടപെട്ടു. അതിനെ തുടർന്ന് നാവികസേനയുടെ ഡോണർ വിമാനം പോയി ഈ കപ്പൽ ഐഡൻറ്റിഫൈ ചെയ്തു. ഐഡൻറ്റിഫൈൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഭരണകൂടത്തിൻ്റെ നിർദ്ദേശപ്രകാരം കളക്ടർ കസ്റ്റഡിയിലെടുക്കാനുള്ള ഉത്തരവ് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കപ്പൽ കസ്റ്റഡി എടുക്കുകയും ഇനി അത് തുറമുഖ അധികൃതർ തുറമുഖത്ത് കൊണ്ടുവരികയും ചെയ്യണം. തുടർന്ന് മറ്റ് നിയമ നടപടികളിലേക്ക് നീങ്ങും. കേസ് ആർജിൻ്റെ അടിസ്ഥാനത്തിൽ നരഹത്യക്ക് ക്യാപ്റ്റൻ്റെ പേരിൽ കേസെടുക്കും. മനഃപൂർവ്വമായ നരഹത്യക്ക് കേസെടുക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആവശ്യം. ഇപ്പോൾ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രിയും അവരുടെ ഓഫീസും ഈ സംഭവം അറിഞ്ഞുടൻ തന്നെ പ്രവർത്തനക്ഷമമായി എല്ലാ മേഖലകളിലും ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചു. അങ്ങനെ ഒരു സംയുക്തമായ നിരീക്ഷണത്തിൻ്റെയും മറ്റുമൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കപ്പൽ കണ്ടുകിട്ടാനും അത് പിടിച്ചെടുക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ഇത് തുടർച്ചയായി സംഭവിക്കുന്ന ദുരന്തമാണ്. ഒന്ന്, ഈ 22 നോട്ടിക്കൽ വരെ ഇന്ത്യൻ സമുദ്രാതിർത്തിക്കകത്താണ്. അപ്പോൾ അതിലൂടെ ഇത്തരം കപ്പലുകൾ പോകുന്നതിന് ചില വിലക്കുകളൊക്കെ ഉണ്ട്. അത് ലംഘിച്ചുകൊണ്ട് തീരത്തോടടുത്ത് കപ്പലുകൾ പോവുകയും തീരപ്രദേശത്തുള്ള മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യയാനങ്ങളെ തകർക്കുന്ന ഇത് തുടർച്ചയായി സംഭവിക്കുകയാണ്. അവിടെ ഇന്ത്യ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. കോസ്റ്റ് ഗാർഡ് ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവ് കൂടിയായ സംസാരിക്കും. ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ അതിവേഗത്തിൽ തന്നെ ഇവിടെ എത്തിയത്. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഇപ്പോൾ ഇവിടെ MLA ചൂണ്ടിക്കാണിച്ചതുപോലെ സജീവമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ആഫീസും ഫിഷറീസ് മന്ത്രിയുടെ ആഫീസും എല്ലാം തക്ക സമയം തന്നെ ഉള്ളെന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറായിട്ടുണ്ട്.
ഇപ്പോൾ ഇതിനകത്ത് ഇത് യാദൃശ്യമായി സംഭവിക്കുന്നതല്ല, നിരന്തരമായി ഇതുപോലെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് തന്നെ അപകടപ്പെടുന്ന നിലയിലേക്ക് പുതിയ മത്സ്യനയം തന്നെ വന്നിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ 12 നോട്ടുമൈൽ അപ്പുറത്തേക്ക് പൂർണ്ണമായും ബഹിരാഷ്ട്ര കമ്പനികൾക്കും കുത്തകൾക്കും എല്ലാം കപ്പലുകളെല്ലാം നിർബാധം ഉപയോഗിക്കാൻ കഴിയുന്നൊരു സാഹചര്യം വന്നിരിക്കുന്നൊരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ കപ്പൽ തന്നെ യഥാർത്ഥത്തിൽ പരിധി കടന്നു വന്നിട്ടുള്ള അപകടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരമ്പരാഗത തൊഴിലാളിക്ക് മീൻ പിടിക്കാൻ കഴിയാത്ത നിലയിലേക്കുള്ള സാഹചര്യങ്ങൾ കൂടുതൽ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വം നരഹത്യക്ക് കേസെടുക്കണമെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിൻ്റെ അഭിപ്രായം. മത്സ്യ ബോർഡിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ വളരെ ശക്തമായി തന്നെ ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലും കൊണ്ടുവരുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനാവശ്യമായ സജീവമായ ഇടപെടലാണ് യൂണിയൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്നത്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വിവിധ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. MLA അടക്കമുള്ളവരാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. തീർച്ചയായിട്ടും ഈ ഇടിച്ച കപ്പലിനെതിരെ നടപടി വേണം എന്നുള്ളത് തന്നെയാണ്. നിയമങ്ങളിൽ പൊളിച്ചെഴുത്ത് ആവശ്യമാണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളും വന്നു കഴിഞ്ഞു. എന്തായാലും മരിച്ച ഒരാളുടെ മൃതദേഹം മാത്രമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. മറ്റ് 2 പേരുടെ കൂടി അധികം വൈകാതെ തന്നെ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കൊച്ചിയിൽ മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ കപ്പലിടിച്ച് 2 പേർ മരിച്ചു. കാണാതായ ഒരാൾക്കുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ശേഷിക്കുന്ന 11 പേർ ഫോർട്ട് കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്.